ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്കത് വിറ്റ് കിട്ടുന്ന പകുതി പണം വീതം വെച്ചെടുക്കാം. അപ്പോ അതാണ് ചേച്ചിയുടെ പരിപാടി. ചുമ്മാതല്ല, പെട്ടെന്നൊരു അച്ഛനമ്മ സ്നേഹം പൊട്ടിമുളച്ചത്. അതെ, പെട്ടെന്ന് പൊട്ടിമുളച്ച സ്നേഹം തന്നെയാ. ഈ കാര്യത്തില് നമ്മൾ ഒരുമിച്ച് തന്നെ നിക്കണം. നീയും ഇപ്പൊ സാമ്പത്തികമായിട്ട് ആകെ തകർന്നു നിൽക്കുവല്ലേ. ജഗദംബിക്ക് അനുഗ്രഹം ഉണ്ടാവണേ. ഈ ജയിലിൽ തന്നെ ശരണമെന്ന് വിശ്വസിച്ചിരുന്ന എന്നെ സ്വതന്ത്രയാക്കി പുറത്തു കൊണ്ടുവന്നത് ജഗദീശ്വരിയായ അമ്മയാണ്. അതിന് ഞാൻ എന്നും ദേവിയോട് കടപ്പെട്ടിരിക്കും. നന്ദിയുണ്ട് അമ്മേ. അച്ഛമ്മേ, അച്ഛമ്മയുടെ ആത്മാവിന്റെ പ്രാർത്ഥനയും എന്നും എന്റെ കൂടെ ഉണ്ടെന്നറിയാം. ഇനി ഒരു പ്രാർത്ഥന കൂടി ഉണ്ട് എനിക്ക്. എന്റെ അച്ഛനും അമ്മയും ശേഷിച്ച കാലം കൂടി ഈ വീട്ടിൽ വന്ന് താമസിക്കണം. അതിനവർക്ക് മനസ്സുണ്ടാവണം. സ്വന്തം മകനായ മാധവനും മരുമകളായ ചന്ദ്രികയും ഇനി എന്നും അച്ഛമ്മ ജീവിച്ചു മരിച്ച ഈ വീട്ടിൽ തന്നെ വേണം. അതിനുള്ള മനസ്സ് അവർക്കുണ്ടാവണേ അച്ഛമ്മേ. അവരുടെ മനസ്സിലെ കുടികൊണ്ട് അങ്ങനൊരു ആഗ്രഹം വരുത്തണേ ദേവി. അച്ഛനും അമ്മയും ഈ വീട്ടിൽ തിരികെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ എന്റെ മനസ്സിലൊരു വഴി തെളിയുന്നുണ്ട്. അതെന്താ ചേച്ചി? വീട് വിട്ടുപോയ നമ്മുടെ അച്ഛൻ സ്വന്തമായിട്ട് കുറച്ച് വസ്തു വാങ്ങി അതിലാണിപ്പോ വർക്ക്ഷോപ്പ് നടത്തുന്നത്. നമ്മള് മക്കളൊക്കെ പല പല തിരക്കായതുകൊണ്ട് നമ്മൾ ആരും ഒട്ടിത് അറിഞ്ഞതുമില്ല. അവിടെ ചെന്ന് വർക്ക്ഷോപ്പ് പണിയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വരാൻ നിർബന്ധിച്ച ചിലപ്പോ അച്ഛനും അമ്മയും വരും. വന്നനെ മോളെ, നീ പോയെന്ന് നിർബന്ധിച്ച അവർ തീർച്ചയായിട്ടും വരും. വർക്ക്ഷോപ്പിൽ പോയി അവര് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. പക്ഷേ അതിന്റെ പേരില് അച്ഛൻ വർക്ക്ഷോപ്പ് പണി അവസാനിപ്പിക്കുന്നത് എന്തിനാ? വർക്ക്ഷോപ്പ് നടന്നു പോട്ടെ. കൊള്ളാം. ഈ വയസ്സാം കാലത്ത് പണിയെടുക്കാനുള്ള ആവതൊക്കെ ഉണ്ടോ അച്ഛന്? അച്ഛനമ്മമാരെ വേണ്ട രീതിയിൽ പരിപാലിക്കേണ്ടതേ നമ്മള് മക്കളുടെ കടമയല്ലേ വന്ദനെ? മക്കൾക്ക് കാണപ്പെട്ട ദൈവങ്ങളാ അച്ഛനും അമ്മയും. അല്ലലൊന്നും കൂടാതെ അവരെ സംരക്ഷിച്ചാലേ നമ്മൾ മക്കൾക്ക് കോടി പുണ്യം കിട്ടും. 1000 ആനകളെ സൗജന്യമായിട്ട് കൊടുക്കുന്നതിനേക്കാൾ പുണ്യം മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ കിട്ടുമെന്നാ ഓരോ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. ദിവസവും 1000 അഗതികൾക്ക് അന്നദാനം നടത്തുന്നതിനേക്കാൾ മഹത്വം അച്ഛനമ്മമാരുടെ വിശപ്പടക്കുന്നതിലൂടെ കിട്ടുമത്രേ. സമ്മതിക്കുന്നു. ഇതൊക്കെ ചേച്ചിക്ക് ഇപ്പൊ തോന്നാൻ കാരണം പ്രകാശേട്ടനും മനോജും കൂടി അമ്മയെ പങ്കിട്ടെടുത്ത് നരകയാതന അനുഭവിച്ച കാലത്ത് ചേച്ചിയുടെ തത്വജ്ഞാനൊന്നും ഞാൻ കേട്ടില്ലല്ലോ. അത് അന്നത്തെ സാഹചര്യം. ഇപ്പൊ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം. അച്ഛനമ്മമാരെ പറ്റിച്ച് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വത്ത് ആ പ്രകാശ് മനോജ് നേടിയില്ലേ? നമുക്ക് കാശിന്റെ വക കിട്ടിയോടി? ഇല്ലല്ലോ. ഇനി അച്ഛന് ആകെയുള്ള സ്വത്ത് ആ വർക്ക്ഷോപ്പ് നിൽക്കുന്ന ഭൂമിയാ. 1 കോടിയോളം കിട്ടുമെന്നാ കേൾക്കുന്നത്. അതെങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് നമ്മുടെ പേരിൽ വ്യവസ്ഥ ചെയ്യിപ്പിക്കണം. നമുക്കത് വിറ്റ് കിട്ടുന്ന പകുതി പണം വീതം വെച്ചെടുക്കാം. അപ്പോ അതാണ് ചേച്ചിയുടെ പരിപാടി. ചുമ്മാതല്ല, പെട്ടെന്നൊരു അച്ഛനമ്മ സ്നേഹം പൊട്ടിമുളച്ചത്. അതെ, പെട്ടെന്ന് പൊട്ടിമുളച്ച സ്നേഹം തന്നെയാ. ഈ കാര്യത്തില് നമ്മൾ ഒരുമിച്ച് തന്നെ നിക്കണം. നീയും ഇപ്പൊ സാമ്പത്തികമായിട്ട് ആകെ തകർന്നു നിൽക്കുവല്ലേ. കിട്ടുന്നത് നമ്മൾ തുല്യമായിട്ട് പങ്കിട്ടെടുക്കുന്നു. എന്താ, സമ്മതമല്ലേ?
വർഷ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഒരു സിനിമാ കഥ പോലെ തോന്നുക എനിക്ക്. കൊല്ലപ്പെട്ടു എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന വർഷ തിരിച്ചു വരിക, എന്നിട്ട് അച്ഛന്റെ രക്ഷകയെ മാറി എന്റെ വീട്ടിലേക്ക് തന്നെ എത്തിപ്പെടുക. താൻ വർഷയല്ല അമ്മുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജോലിക്കാരിയായി കടന്നുകൂടുക. ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമാ കഥ പോലെയുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശ്യാമേ. തിരിച്ചു വന്നത് യഥാർത്ഥ വർഷ തന്നെയാണോ? ശ്യാമിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ അമ്മു എന്ന വേലക്കാരിയുടെ വേഷം പകർന്നാടാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു? അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ കൊണ്ട് ഏതോ ഒരു ശക്തി അതൊക്കെ ചെയ്യിച്ചത്. കോടീശ്വരന്റെ ഭാര്യയായ വർഷ ഇങ്ങനൊരു ഗതികേട് ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം അതാ എന്നെ കൺഫ്യൂഷനിലാക്കുന്നത്. കൊക്കയിൽ ചാടി എല്ലാം അവസാനിപ്പിക്കാൻ തക്കവണ്ണം എന്താണുണ്ടായത്? വിക്രം എന്നോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾ. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് പോലും മുഹൂർത്തം തെറ്റിച്ചിട്ടല്ലേ? എല്ലാം ഒന്നൊന്നായി മനസ്സിലാക്കിയപ്പോ താലി കെട്ടിയ ഭർത്താവിനെ ദൈവത്തെ പോലെ സ്നേഹിച്ചു തുടങ്ങിയതാ ഞാൻ. വിശ്വസിച്ചും തുടങ്ങിയതായിരുന്നു. സംശയരോഗിയായ അയാൾ ഓരോ ചലനങ്ങളിലും എന്നെ സംശയിച്ചു തുടങ്ങി. എന്റെ സ്വഭാവശുദ്ധി തെളിയിക്കാൻ വീടിന്റെ മുക്കിലും മൂലയിലും അയാൾ രഹസ്യ ക്യാമറകൾ വെച്ചു. എന്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും എല്ലാം എന്നിൽ നിന്ന് അകറ്റി നിർത്തി. ഒരു തരത്തിലും പിന്നീട് അയാളോട് പൊരുത്തപ്പെട്ടു പോകാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഇനി അയാളോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അറിയേണ്ട സമയത്ത് എന്റെ സ്നേഹം അറിയാതെ പോയവളാ നീ. ഇനി നഷ്ടപ്പെട്ടതൊന്നും ഓർത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ല. ശ്യാമെന്താ ആലോചിക്കുന്നേ? അല്ല, തീരുമാനം ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കണം. വിക്രമുമായി ഒത്തുതീർപ്പിൽ പോവുകയാണ് വേണ്ടത്. അതിനാദ്യം വിക്രവുമായി വർഷം മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇപ്പൊ ഞാൻ അറിയുന്ന വിക്രം തിരിച്ചറിവുള്ളവനാ. വർഷം നഷ്ടപ്പെട്ടതോർത്ത് സങ്കടപ്പെട്ട് നടക്കുന്നവനാ. വർഷം മരിച്ചിട്ടില്ലെന്ന് വിശ്വസിച്ച് വർഷയെ തേടി നടക്കുന്ന വിക്രമിനെ തിരുത്താവുന്നതേ ഉള്ളൂ. എനിക്ക് വിക്രമിനെ ഒറ്റയ്ക്ക് മീറ്റ് ചെയ്യാൻ ഉള്ളിൽ പേടിയാ ശ്യാമേ. പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടാവും. ഒരു സുഹൃത്തെന്ന നിലയിൽ അയാളിൽ നിന്ന് യാതൊരു ഉപദ്രവവും നിനക്കുണ്ടാവാതെ ഞാൻ സംരക്ഷകനായിട്ട് നിന്റെ കൂടെ ഉണ്ടാവും. ശരി, അത് മതി. ശ്യാം കൂടെ ഉണ്ടെങ്കിൽ ഈ വർഷം എന്തിനും തയ്യാറാ. മാനത്തെ കൊട്ട